കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. ഇത് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് BNSS 144 അല്ലെങ്കിൽ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ്. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഒരു മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഒരു കേസ് കുടുംബ കോടതിയിൽ ഫയൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അസറ്റ് ലയബിലിറ്റീസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഫോം ഭാര്യയും ഭർത്താവും കോടതിയിൽ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, സോഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ എത്രയാണെന്നുള്ള നോക്കിയിട്ടൊക്കെയാണ് മെയിൻ്റനൻസ് തുക വിധിക്കുക. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഭർത്താവിന് ഭാര്യയെ നോക്കുവാനായിട്ട് യാതൊരു വിധത്തിലുള്ള വരുമാനവും ഇല്ല എന്ന് കാണിച്ചു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് കൊടുക്കാതെ രക്ഷപ്പെടുവാനായിട്ട് പറ്റും എന്നുള്ള ഒരു ധാരണ ഒരുമാതിരിപ്പെട്ട എല്ലാ ഭർത്താക്കന്മാർക്കുമുണ്ട്. അപ്പോൾ ആ ഒരു ധാരണ തെറ്റാണ് എന്നും കാണിക്കുന്ന ഒരു കോടതി വിധിയുണ്ട്. ആ വിധിയാണ് നമ്മളിന്ന് പറയുവാനായിട്ട് പോകുന്നത്. വിധി ആദ്യം പറയാം. മാൻ who quits a job to avoid paying maintenance to wife cannot be appreciated എന്നാണ് പറയുന്നത്. അതായത് ഭർത്താവിന് നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഭാര്യയ്ക്ക് മെയിൻ്റനൻസ് കൊടുക്കേണ്ടി വരും എന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ ഭർത്താവ് എന്ത് ചെയ്യുന്നു, ആ ജോലി ഉപേക്ഷിച്ച് അദ്ദേഹം ജോലിയില്ലാത്ത വരുമാനമില്ലാത്ത ഒരു വ്യക്തിയാണ് എന്ന് കോടതിയെ ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? വരുമാനമുണ്ടെങ്കിൽ മാത്രമല്ലേ ഭാര്യേനും കൂട്ടേനും നോക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ വരുമാനമില്ല എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, ജോലി ഉപേക്ഷിക്കുന്ന സാഹചര്യങ്ങൾ ഇന്ത്യയിൽ കണ്ടുവരുന്നതായി കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ കോടതി പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളങ്ങനെ ഒരു ജോലി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പോലും കൂലിപ്പണി എടുത്തോ അതല്ല എന്നുണ്ടെങ്കിൽ തൊഴിലുറപ്പ് പോലെയുള്ള പരിപാടികൾക്ക് പോയിട്ടോ നിങ്ങൾ എന്ത് ചെയ്യണം, ഭാര്യയ്ക്കും കുട്ടികൾക്കും ചെലവിന് കൊടുക്കണം എന്നാണ് പറയുന്നത്. സഫീഷ്യൻ്റ് ആയിട്ടുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ചില ആൾക്കാർ പറയാറുണ്ട്, നമുക്കൊരു ശാരീരികമായിട്ടുള്ള വൈകല്യം ഉണ്ടെങ്കിൽ കൊടുക്കണം എന്നുള്ളത്. അതിൻ്റെ ഉത്തരവും ഇത്ര തന്നെയാണ്. 40% ത്തിനേക്കാളും കുറവാണ് വൈകല്യം എന്നുണ്ടെങ്കിൽ, മിനിമം 40% വൈകല്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട. അല്ലാത്ത സിറ്റുവേഷനിലും എന്ത് ചെയ്യണം, വൈകല്യമുള്ള ഭർത്താവ് ഭാര്യയ്ക്കും കുട്ടികൾക്കും ചെലവിന് കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കോടതി വിധി. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.